ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വെണ്ടയ്ക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 12 വെണ്ടയ്ക്കയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് കഴുകിയിട്ട് തുടച്ചതിന് ശേഷമാണ് ഞാൻ ഈ വെണ്ടയ്ക്ക കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. എന്നിട്ട് അതേ കടായിലോട്ട് തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം സൈസിലുള്ളൊരു സവാള ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് നടുവേ മുറിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ളൊരു തക്കാളി ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങയിലേക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിരിക്കുന്നതാണ്. തേങ്ങയും വെള്ളവും മാത്രമേ ഉള്ളൂ, ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചും കൂടി എടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഒന്ന് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ വാളംപുളിയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് പുളിവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. പുളിയുടെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഉപ്പോ പുളിയോ ഒക്കെ കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുകും കൂടി വറുത്ത് ചേർക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്ത് താളിച്ചെടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.